ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു വിങ്സ് എന്ന യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ വണ്ടി സർവീസിന് പോകണ്ടോ. ഇന്ന് മേജർ സർവീസാണ് വണ്ടിയുടെ. അപ്പം എന്തായാലും നമ്മൾ വണ്ടി സർവീസ് ചെയ്യാൻ വേണ്ടി മൂവാറ്റുപുഴ പുല്ല് വഴിയുള്ള ഷോറൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം വണ്ടിയുടെ റിവ്യൂ ചെയ്തപ്പോൾ ഒത്തിരി പേര് ചോദിച്ചായിരുന്നു വണ്ടിയുടെ സർവീസിൻ്റെ ഒന്ന് ചെയ്യണമെന്നുള്ളത്. അപ്പം അതുകൊണ്ട് ഇപ്രാവശ്യം വണ്ടി സർവീസിന് കൊണ്ടുവന്നപ്പം അതിൻ്റെ ഒരു ചെറിയ വീഡിയോ നമുക്ക് എല്ലാത്തിൻ്റെയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല, പറ്റുന്ന പോലെയുള്ള വീഡിയോസ് എല്ലാം നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം ഞാൻ ഇതിൽ പറയുന്നതായിരിക്കും. ഷോറൂമിൻ്റെ അടുത്തുകൂടി ബ്ലോക്കാണ് കാര്യങ്ങളൊക്കെ ഇരുന്നതായിരിക്കും. റോഡെല്ലാം നല്ല ബ്ലോക്കാട്ടോ. വളരെ കുറച്ച് കുറവുണ്ട്, പക്ഷേ ഈ സമയത്ത് റോഡെല്ലാം ഭയങ്കര ബ്ലോക്കാണെന്ന് തോന്നുന്നു. ഇവിടെ പണി നടക്കുന്നതുകൊണ്ട് വൺ സൈഡ് വഴി വണ്ടിക്ക് പോകത്തുള്ളൂ. അപ്പോൾ അതിൻ്റെതായ കുറേ ബുദ്ധിമുട്ടുകളുണ്ട് റോഡിന്. കാര്യം പറഞ്ഞാൽ നല്ല റോഡാണെങ്കിലും ഇതിൻ്റെ ഇടയ്ക്കൂടെ എല്ലാം ഈ ടാറിങ് ചെറുതായിട്ട് പോയിട്ട് ചെറിയൊരു കുഴിയുണ്ട്. അത് നമുക്ക് അടുത്ത് ചെല്ലുമ്പോഴേ കാണാൻ പറ്റുള്ളൂ. ചെറിയൊരു ചെറുക്ക് പോലെയാണ്. സൂക്ഷിച്ചു പോയിട്ട് പെട്ടെന്ന് നമുക്ക് കുളിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇത് ഷോറൂമിൻ്റെ ഉള്ളിലോട്ട് വണ്ടി തിരിച്ച് കയറ്റും കേട്ടോ. അപ്പുറത്തെ സൈഡിലാണ് നമ്മൾ ഇവിടെ നിന്ന് തിരിച്ച് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റുക. ഫ്രണ്ടിലാണ് ഒരു വണ്ടി കിടപ്പുണ്ട് ബ്ലോക്കായിട്ട്. അവരെന്താണോ ഉദ്ദേശിക്കുന്നത് ഒരു പിടുത്തമില്ല. അപ്പോൾ അത് നമ്മൾ ഉള്ളിലോട്ട് കയറും കേട്ടോ. ഇവിടുന്ന് നമ്മളൊരു പാസ് എടുത്തിട്ട് വേണം ഉള്ളിലോട്ട് കയറാൻ വേണ്ടി. അപ്പോൾ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ട് വേണം ഉള്ളിലോട്ട് കയറാൻ. അപ്പം നമ്മൾ ഉള്ളിലോട്ട് കയറി പാസ് കാര്യങ്ങളൊക്കെ വണ്ടി സർവീസ് ചെയ്യാൻ വേണ്ടി കൊടുത്തു. അതിൻ്റെ ഇങ്ങനത്തെ കുറച്ച് വീഡിയോസ് നമുക്ക് അങ്ങനെ എടുക്കാൻ അലോഡ് അല്ലാത്തതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഇടയ്ക്കുള്ള സാധനം എടുക്കുന്നില്ല. എന്താണ് സർവീസിന് കൊടുത്ത് വണ്ടി വളരെ രീതിയിലുള്ള ഭാഗമാണ്. സർവീസ് ആയതുകൊണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ വണ്ടി ഇപ്പോൾ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ കാര്യങ്ങൾ ഇവിടെ എല്ലാം വെച്ച് നോക്കിയെല്ലാം നല്ല അടിപൊളിയായിട്ടാണ് സർവീസൊക്കെ ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ സർവീസ് കോസ്റ്റ് വരുമ്പോഴേക്കാണ് പേടിയാവുന്നത്. കാരണം സർവീസ് എന്ന് പറയുമ്പോഴേക്കും സർവീസ് കോസ്റ്റ് വെച്ച് അത്യാവശ്യം ആവുന്നുണ്ട്. മറ്റുള്ള വണ്ടിയിൽ വെച്ച് നമ്മൾ ഉപയോഗിക്കുന്നത് അത്യാവശ്യം കുറച്ച് പൈസയാവും. അങ്ങനെ നമ്മുടെ സർവീസ് ഏകദേശം പൂർത്തിയാട്ടോ. വണ്ടി അപ്പം തിരിച്ച് കിട്ടിയപ്പോൾ അവിടെ നിന്ന് കുറച്ച് വീട് എടുക്കാൻ പറ്റില്ല. അവിടെ അങ്ങനെ ലോഡല്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെ എടുത്തില്ല.
ഡീറ്റെയിൽസ് ഞാനിവിടെ സൈഡിൽ കൊടുക്കാവേ. നിങ്ങൾ എന്തായാലും നോക്കാം. എന്തായാലും സർവീസ് കുഴപ്പമില്ല, അടിപൊളിയായിട്ട് സർവീസ് ചെയ്ത് തന്നു. കുഴപ്പമൊന്നുമില്ല. വണ്ടി ഇപ്പോൾ നല്ല സ്മൂത്താണ്, ഓടിക്കുമ്പോൾ തന്നെ നല്ല പവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാട്ടോ സർവീസ് മാറ്റിയ ഐറ്റംസിൻ്റെ ലിസ്റ്റാണ് ഇത്. മാറ്റിയ പഴയ സാധനങ്ങൾ, അത് മാറ്റിയ സാധനങ്ങൾ, ലോവർ ആകുമ്പോൾ അതുപോലെ ടൈമിങ്ങിൻ്റെ ടൈമിംഗ് ടെൻഷൻ്റെ ഒക്കെ ഇതാണ് കൊടുത്തേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒരു ഈസി കെയർ എന്ന് പറഞ്ഞൊരു എക്സ്ട്രാ ഒരു ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കാം കുറച്ച് കുറവുണ്ടെന്നാണ് അവർ പറയുന്നത്.